മേഘ, ഇത് നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പത്തിൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളല്ല ഇന്ന് കേരളത്തിലെ സർവകലാശാലകളിൽ പൊതുവെയും കേരള സർവകലാശാലയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നിൽക്കുന്നത്. മന്ത്രിമാരൊക്കെ പൊതുസമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ചില വ്യായാമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തേതാണ് വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രിയും കൂടെ ഇന്ന് ഗവർണറെ പോയി കണ്ടത്. അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതിന്റെ യാതൊരു സൂചനകളും കാണുന്നില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഇപ്പോൾ കാണേണ്ടത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും സാങ്കേതിക സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരുടെ താൽക്കാലിക ചുമതലയുള്ള വൈസ് ചാൻസലർമാരുടെ പുനർനിയമനമാണ്. ആ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ വന്ന വിധിയാണ് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ കേരളത്തിലെ മന്ത്രിമാരെ വിട്ടുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്ന് ബഹുമാനപ്പെട്ട ചാൻസലറായ ഗവർണറോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ വിധിയുടെ മറവിൽ തന്നെയാണ് ഈ രണ്ട് വൈസ് ചാൻസലർമാരെ പുനർനിയമിച്ച് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിന്നുള്ള നിലപാടാണ് ബഹുമാനപ്പെട്ട ചാൻസലർ കൂടിയായ ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് സമാന്തര രേഖകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് പകല് പോലെ വ്യക്തം. കാരണം ഒരേ സുപ്രീം കോടതി വിധിയിലുള്ള ഖണ്ഡികകൾ അനുസരിച്ചുള്ള വ്യാഖ്യാനത്തിന്റെ ഫലമായിട്ടാണ് ഇവരെ പിരിച്ചുവിടണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നു. അതേസമയം അവരെ പുനർനിയമിക്കാനായി അവകാശമുണ്ട് എന്ന് ഗവർണർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇത് മറ്റൊരു നിയമ പോരാട്ടത്തിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നത് പകല് പോലെ വ്യക്തമാണ്. ഇന്നത്തെ കൂടിക്കാഴ്ച കൊണ്ടൊന്നും ഞങ്ങളെ പോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊന്നും മേഘ അത്ഭുതം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ ഇപ്പോൾ പോകുന്നത് UGCയുടെ നിലവിലിരിക്കുന്ന 2018 മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വൈസ് ചാൻസലറെ സ്ഥിരമായി നിയമിക്കുന്നതിന് ഈ സർവകലാശാലകൾ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല എന്ന ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം UGCയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് 3 അംഗ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചാൽ മാത്രമേ 12 സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരെ സ്ഥിരമായി നിയമിക്കാനായി സാധിക്കുകയുള്ളൂ. ആ 3 അംഗങ്ങൾ എന്ന് പറയുന്നത് 1 ചാൻസലറുടെ പ്രതിനിധിയാണ്, 2 അതുപോലെ UGCയുടെ പ്രതിനിധിയാണ്, 3 അതാത് സർവകലാശാലകളിലെ സെനറ്റോ സിൻഡിക്കേറ്റോ നിയമിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്ന അവരുടെ പ്രതിനിധിയാണ്. ഇന്ന് കേരളത്തിലെ 13 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിലും സ്ഥിര വൈസ് ചാൻസലറെ നിയമിക്കാത്തത് ഈ 12 സർവകലാശാലകളുടെയും പ്രതിനിധികളെ ബോധപൂർവം ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് നൽകാതിരിക്കുന്ന ഒരു നിലപാട് കൊണ്ടാണ്. അതിന്റെ കാരണം സർക്കാരിന്റെ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭൂരിപക്ഷമുള്ള അനുഭാവമുള്ളവരാണ് ഈ പറയുന്ന സർവകലാശാലകളിൽ സെനറ്റിലും സിൻഡിക്കേറ്റിലും ആയിട്ടുള്ളത്. അപ്പോൾ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ ഒരു സമിതിയെ ആ ആളിനെ അയച്ചു കൊടുക്കേണ്ട എന്ന തീരുമാനമെടുത്തതുകൊണ്ട് സ്ഥിരമായി വൈസ് ചാൻസലർമാരെ നിയമിക്കാനായി സാധിക്കുന്നില്ല. അപ്പോൾ സ്ഥിരമായി വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ തങ്ങൾക്കുള്ള പങ്ക് കിട്ടണം എന്നതുകൊണ്ടാണ് ഗവൺമെന്റ് ആ കാര്യത്തിൽ മുന്നോട്ട് പോകാത്തത്. അത് സംബന്ധിച്ചുള്ള ഒരു കോടതി സ്റ്റേ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലുണ്ട്. അത് വെക്കേറ്റ് ചെയ്യാനായിട്ട് സർക്കാർ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു സംഗതി, ഒരു സെർച്ച് 12 സർവകലാശാലകളിലും UGCയുടെ ചട്ടപ്രകാരം രൂപീകരിക്കപ്പെട്ടാൽ മാത്രമേ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് സർവകലാശാലകൾ ഇടതുപക്ഷ സംഘടനാ പ്രതിനിധികൾ ഭൂരിപക്ഷമുള്ള ഒരു സർവകലാശാല സമിതിയും തയ്യാറായി മുന്നോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണം അനിശ്ചിതത്വത്തിലാണ്. അത് രൂപീകരിക്കാതെ സ്ഥിര വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് കേവലമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നിയമം. ഇപ്പോൾ തന്നെ ഗവർണറോട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സമവായത്തിലൂടെ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ശ്രമിക്കണം. താൽക്കാലിക വൈസ് ചാൻസലർമാരെ കൊണ്ട് അനന്തമായി ഇത് കൊണ്ടുപോകരുത് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സർക്കാരുമായി ആവുന്നത്ര സമവായത്തിൽ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും 2 തരത്തിൽ നിൽക്കുന്നിടത്തോളം കാലം സമവായം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഈ 2 മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നത്, യാതൊരു കാരണവശാലും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത ചാൻസലറുടെ നടപടി അംഗീകരിക്കുകയില്ല. അതുപോലെ 2 താൽക്കാലിക വൈസ് ചാൻസലർമാരെ പുനർനിയമിച്ച നടപടി സ്വീകരിക്കുകയില്ല എന്നീ മന്ത്രിമാർ ഖണ്ഡിതമായി ചാൻസലറോട് പറഞ്ഞിരിക്കുമ്പോൾ ചാൻസലർ പറഞ്ഞത്, ഞാൻ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ പുനർനിയമിച്ചത്, അതിൽ നിന്ന് പിന്നാക്കം പോകുന്ന പ്രശ്നമില്ല,
മാത്രമല്ല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് വൈസ് ചാൻസലർ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അയാൾ സസ്പെൻഷൻ സ്വീകരിച്ചാൽ മാത്രമേ ആ വിഷയത്തിൽ പുനരാലോചന നടത്തുകയുള്ളൂ എന്ന് ഖണ്ഡിതമായി വൈസ് ചാൻസലറും ചാൻസലറും പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം ഈ കൂടിക്കാഴ്ച കൊണ്ട് പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുമെന്ന് എന്നെ പോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കരുതുന്നില്ല. അതുകൊണ്ട് ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ചില പ്രക്രിയകൾ മാത്രമാണ്. ഇതുകൊണ്ട് ദുരന്തം അനുഭവിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ പലവട്ടം ചർച്ച ചെയ്തതുപോലെ മേഘ ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്തതുപോലെ നിരപരാധികളായിട്ട് 10,000-കണക്കിന് കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് നിലയില്ലാ കയത്തിൽ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുന്നത് എന്ന കാര്യം നമ്മൾ കാണാതെ പോകരുത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.